അവഞ്ചേഴ്സ് ഡൂംസ്ഡേയില് ആരാകും അവഞ്ചേഴ്സിനെ മൊത്തത്തിൽ ലീഡ് ചെയ്യാൻ പോകുന്നത്? ദി അവഞ്ചേഴ്സ്, അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോൺ, അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ, അവഞ്ചേഴ്സ് എൻഡ് ഗെയിം. ഈ 4 മൂവീസിലും അവഞ്ചേഴ്സിനെ ലീഡ് ചെയ്തത് സ്റ്റീവ് റോജേഴ്സ് അഥവാ ക്യാപ്റ്റൻ അമേരിക്കയാണ്. ഗോഡ് ഓഫ് തണ്ടറായ തോറിന്റെ വെപ്പണായ മ്യോൾനിയർ എടുക്കാൻ വെർത്തിയാണെന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, അവഞ്ചേഴ്സ് ഡിഫീറ്റ് ചെയ്യപ്പെട്ടപ്പോഴും താനോസിനോടും അവന്റെ ആർമിയോടും ഒറ്റയ്ക്ക് നിന്ന് പോരാടാൻ കാണിച്ച ധൈര്യമൊക്കെ എടുത്തു പറയേണ്ടതാണ്. ക്യാപ്റ്റൻ അമേരിക്ക അവഞ്ചേഴ്സിന്റെ ലീഡർ ആയതുകൊണ്ട് തന്നെ അവഞ്ചേഴ്സ് അദ്ദേഹത്തെ വെറുതെ അങ്ങ് ഫോളോ ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അദ്ദേഹത്തെ വളരെയധികം വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഏറ്റവും പുതിയ ക്യാപ്റ്റൻ അമേരിക്കയായ സാം വിൽസൺ അവഞ്ചേഴ്സിനെ ലീഡ് ചെയ്യാൻ വെർത്തിയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സാം വിൽസൺ വളരെ ധൈര്യശാലിയായ ഒരു സോൾജർ ആണ്. മാത്രമല്ല, അദ്ദേഹം വളരെ സത്യസന്ധനുമാണ്. തോർ, ഡോക്ടർ സ്ട്രേഞ്ച്, ഹൾക്ക്, ക്യാപ്റ്റൻ മാർവല് ഇവരെ പോലെയുള്ള ലീഡിംഗ് ആയിട്ടുള്ള സൂപ്പർ ഹീറോസിനെ സാം വിൽസണ് ലീഡ് ചെയ്യാൻ പറ്റുമോ എന്നത് എനിക്ക് സംശയമാണ്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേ, അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ് ഒക്കെ മൾട്ടിവേഴ്സിനെ ബേസ് ചെയ്തു പോകുന്ന സ്റ്റോറി ലൈനുകളാണെങ്കിൽ അവഞ്ചേഴ്സിന്റെ ലീഡർ ആകാൻ എന്തുകൊണ്ട് യോഗ്യൻ ഡോക്ടർ സ്ട്രേഞ്ച് ആണെന്നാണ് എന്റെ അഭിപ്രായം. അവഞ്ചേഴ്സിന്റെ ലീഡർ ആവാൻ യോഗ്യൻ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ്? കമന്റ് ചെയ്യുക. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയില് ക്യാപ്റ്റൻ അമേരിക്കയുടെ മറ്റൊരു വേർഷനായ ക്യാപ്റ്റൻ ഹൈഡ്ര ഉണ്ടാകുമെന്ന് ഒരുപാട് റൂമറുകളുണ്ട്. MCUവിൽ എങ്ങനെയാകാം ക്യാപ്റ്റൻ അമേരിക്ക ക്യാപ്റ്റൻ ഹൈഡ്ര ആവുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഞാൻ ഈ പറയാൻ പോകുന്നത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയെ ചുറ്റിപ്പറ്റിയുള്ള വെറും തിയറി മാത്രമാണ്. ക്യാപ്റ്റൻ അമേരിക്ക ക്യാപ്റ്റൻ ഹൈഡ്ര ആകുമെന്നുള്ളതിന്റെ ഒരു ചെറിയ സൂചന മാർവൽ സ്റ്റുഡിയോസ് ഓൾറെഡി തന്നെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ നമ്മൾ അത് ശ്രദ്ധിക്കാതെ പോയതായിരിക്കാം. ദി അവഞ്ചേഴ്സ് എന്ന മൂവിയിൽ ലോക്കി തന്റെ സെപ്റ്റർ ഉപയോഗിച്ച് ക്ലിന്റ് ബാർട്ടൺ അഥവാ ഹോക്കയെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലോ. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിലേക്ക് പോയ ക്യാപ്റ്റൻ അമേരിക്ക ഇങ്ങനെ പറഞ്ഞിട്ട് ഹൈഡ്ര ഏജൻസിന്റെ പക്കൽ നിന്ന് ലോക്കിയുടെ സെപ്റ്റർ കൈക്കലാക്കുന്നുണ്ട്. അതിനുശേഷം ക്യാപ്റ്റൻ അമേരിക്ക തന്റെ പാസ്റ്റിലെ വേർഷനായ ക്യാപ്റ്റൻ അമേരിക്കയുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരികയും അവസാനം ലോക്കിയുടെ സെപ്റ്റർ ഉപയോഗിച്ച് പാസ്റ്റിലെ ക്യാപ്റ്റൻ അമേരിക്കയുടെ വേർഷനെ ബോധരഹിതനാക്കുകയും ചെയ്യുന്നുണ്ട്. ലോക്കിയുടെ സെപ്റ്ററിലുള്ളത് മൈൻഡ് സ്റ്റോൺ ആണ്. ലോക്കി ഹോക്കയെ കറപ്റ്റ് ചെയ്തത് തന്റെ സെപ്റ്റർ ഉപയോഗിച്ചാണെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്ക ആ സെപ്റ്റർ തന്റെ പാസ്റ്റിലെ വേർഷനായ ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് നേരെ പ്രയോഗിച്ചപ്പോൾ ഒരുപക്ഷെ മൈൻഡ് സ്റ്റോൺ ആ ക്യാപ്റ്റൻ അമേരിക്കയെ കറപ്റ്റ് ചെയ്തിരിക്കാം. അങ്ങനെ അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്ന ക്യാപ്റ്റൻ അമേരിക്കയെ ഹൈഡ്ര ഏജൻസ് കണ്ടെത്തുകയും ബക്കി ബാൻസിനെ വിന്റർ സോൾജർ ആക്കിയതുപോലെ ക്യാപ്റ്റൻ അമേരിക്കയെ ഹൈഡ്ര ഏജൻസ് അവരുടെ സീക്രട്ട് ലാബിലേക്ക് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ ബ്രെയിൻ വാഷ് ചെയ്ത് അദ്ദേഹത്തിന്റെ മെമ്മറീസ് എല്ലാം ഇറേസ് ചെയ്ത് ക്യാപ്റ്റൻ അമേരിക്കയെ ക്യാപ്റ്റൻ ഹൈഡ്രയാക്കി മാറ്റിയേക്കാം. ഞാൻ ഒന്നുകൂടെ പറയാം, ഇത് വെറും തിയറി മാത്രമാണ്. ഇങ്ങനെ നടക്കാൻ ചാൻസ് ഉണ്ടാവണമെന്നില്ല. ഇങ്ങനെ ഒരു തിയറി കണ്ടപ്പോൾ പറഞ്ഞെന്ന് മാത്രം. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയില് ഡോക്ടർ ഡൂം തോറിനെയും ക്യാപ്റ്റൻ മാർവലിനെയും ഷാങ്ചിയെയും കൊല്ലുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഈ ഒരു കാര്യത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഡോക്ടർ ഡൂം വളരെ പവർഫുൾ ആയിട്ടുള്ള തന്റെ എനിമീസിനെ കൊന്നാൽ അവരുടെ ബോഡിയോ അല്ലെങ്കിൽ അവരുടെ സ്യൂട്ടോ വെപ്പൺസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അദ്ദേഹം തന്റെ കാസിലില് ട്രോഫി ആയിട്ട് വെക്കാറുണ്ട്. റീസെന്റ് ആയിട്ട് ഡോക്ടർ ഡൂമിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ ഡോക്ടർ ഡൂമിന്റെ അദ്ദേഹം കൊന്ന അല്ലെങ്കിൽ അദ്ദേഹം ഡിഫീറ്റ് ചെയ്ത സൂപ്പർ ഹീറോസിന്റെ ലോഗോസ് നമുക്ക് കാണുവാൻ സാധിക്കും. ഡോക്ടർ ഡൂമിന്റെ വലത്തെ ചെസ്റ്റ് പ്ലേറ്റില് ക്യാപ്റ്റൻ മാർവലിന്റെ സ്റ്റാർ ലോഗോ ആണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഡോക്ടർ ഡൂമിന്റെ ഇടത്തെ ചെസ്റ്റ് പ്ലേറ്റില് തോറിന്റെ വെപ്പണായ മ്യോൾനിയർ ആണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഡോക്ടർ ഡൂമിന്റെ ഇടത്തെ കൈമുട്ടിലായിട്ട് ഷാങ്ചിയുടെ 10 റിംഗ്സ് ആണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഓർക്കണം, ക്യാപ്റ്റൻ മാർവല്, തോറ്, ഷാങ്ചി ഈ 3 പേരും MCUവിലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ അവരെ ഡിഫീറ്റ് ചെയ്ത ഡോക്ടർ ഡൂം എത്രമാത്രം പവർഫുൾ ആയിരിക്കും? പിന്നെ ആരും പേടിക്കേണ്ട, ഡോക്ടർ ഡൂം കൊന്നവരൊന്നും നമ്മുടെ പ്രധാന യൂണിവേഴ്സിലെ ആരും തന്നെയാകാൻ യാതൊരു സാധ്യതയുമില്ല. മിക്കവാറും അവരെല്ലാവരും മൾട്ടിവേഴ്സുകളിലെ പല വേരിയൻസ് ആയിരിക്കാം. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയില് തോർ തന്റെ ബ്രദറായ ലോക്കിയെ കണ്ടുമുട്ടുമെന്ന് ഒരുപാട് റൂമേഴ്സ് ഉണ്ട്. MCUവിൽ എങ്ങനെയാകാം തോർ തന്റെ ബ്രദറായ ലോക്കിയെ കണ്ടുമുട്ടാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഞാൻ ഈ പറയാൻ പോകുന്നത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു തിയറി മാത്രമാണ്. ഒരുപക്ഷെ ഇങ്ങനെ ആകണമെന്നില്ല. എന്നാലും നമുക്ക് നോക്കാം. എർത്തിൽ അവഞ്ചേഴ്സ് എല്ലാവരും വോയിഡിനോട് പോരാടുന്ന സമയത്ത് ഡോക്ടർ ഡൂം TVA പോകുന്നു. TVA എത്തി മൾട്ടിവേഴ്സിനെ കോൺക്വർ ചെയ്യാൻ ശ്രമിക്കുന്ന ഡോക്ടർ ഡൂമിന് ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാവുകയാണ്. അതായത് മൾട്ടിവേഴ്സിനെ സംരക്ഷിക്കുന്ന ലോക്കിയെ ഡീത്രോൺ ചെയ്താൽ മാത്രമേ തനിക്ക് മൾട്ടിവേഴ്സിനെ കോൺക്വർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന്. ഡോക്ടർ ഡൂം തന്നെ ലക്ഷ്യമാക്കി വരുന്നത് ലോക്കിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല.
കാരണം ലോക്കി ആ ത്രോണിൽ നിന്ന് എഴുന്നേറ്റാൽ മൊത്തം മൾട്ടിവേഴ്സും നശിക്കപ്പെടും. ലോക്കി ഇപ്പോൾ നിസ്സഹായനായിട്ട് നിൽക്കുന്ന സമയം എർത്തിൽ വോയിഡിനോട് പോരാടുന്ന അവഞ്ചേഴ്സിനോട് റീഡ് റിച്ചാർഡ്സ് അഥവാ മിസ്റ്റർ ഫാന്റാസ്റ്റിക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നു. അതായത് വോയിഡിനോട് അവഞ്ചേഴ്സ് പോരാടുന്നത് ഡോക്ടർ ഡൂമിന്റെ പദ്ധതിയാണ്. അവഞ്ചേഴ്സിനെ ഡിസ്ട്രാക്ട് ചെയ്ത് മൾട്ടിവേഴ്സിനെ നശിപ്പിക്കാനാണ് ഡോക്ടർ ഡൂം ശ്രമിക്കുന്നത് എന്നൊക്കെ. ഇതേ സമയത്ത് ഡോക്ടർ ഡൂം ലോക്കിയെ കൊല്ലാനായിട്ട് തയ്യാറാകുമ്പോൾ പെട്ടെന്ന് തന്നെ തോർ അവിടേക്ക് എത്തുകയും ഡോക്ടർ ഡൂമുമായിട്ട് ഒരു വമ്പൻ പോരാട്ടം നടത്തുകയും ചെയ്യുന്നു. ആ പോരാട്ടത്തിൽ തോറിനെ കീഴടക്കിയ ഡോക്ടർ ഡൂം തോറിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ലോക്കി ടൈം ഫ്രീസ് ആക്കി മാറ്റുന്നു. അതെ, നമ്മൾ ഏറെ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന തോറിന്റെയും ലോക്കിയുടെയും റീയൂണിയൻ ഇവിടെ സംഭവിക്കുന്നു. അതിനുശേഷം തോറും ലോക്കിയും ഒരുമിച്ച് ഡോക്ടർ ഡൂമിനോട് പോരാടുകയും ചെയ്യുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം, ഇതൊക്കെ വെറും തിയറി മാത്രമാണ്. ഇങ്ങനെ ഒരു തിയറി കണ്ടപ്പോൾ പറഞ്ഞെന്ന് മാത്രം. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയില് ഡോക്ടർ ഡൂം ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്ത് അവഞ്ചേഴ്സിനെ തന്റെ അടിമകളാക്കി മാറ്റുമെന്ന് ഒരുപാട് റൂമേഴ്സ് ഉണ്ട്. ഡോക്ടർ ഡൂം എങ്ങനെയാകാം ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്ത് അവഞ്ചേഴ്സിനെ തന്റെ അടിമകളാക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഞാൻ പറയാൻ പോകുന്നത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു തിയറി മാത്രമാണ്. ഡോക്ടർ ഡൂം ഗോഡ് ഓഫ് ദ മൾട്ടിവേഴ്സ് ആയ ലോക്കിയുടെ പവേഴ്സിനെ അബ്സോർബ് ചെയ്ത് അദ്ദേഹം മൾട്ടിവേഴ്സിനെ നശിപ്പിക്കുന്നു. റീഡ് റിച്ചാർഡ്സിന്റെയും സ്യൂസ്റ്റോമിന്റെ മകനായ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിന്റെ പവേഴ്സിന്റെ സഹായത്തോടെ ഡോക്ടർ ഡൂം ഒരു ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യുകയും മൊത്തം അവഞ്ചേഴ്സിന്റെയും മെമ്മറീസ് എല്ലാം ഇറേസ് ചെയ്ത് ഡോക്ടർ ഡൂം പറയുന്നത് മാത്രം അനുസരിക്കുന്ന അദ്ദേഹത്തിന്റെ അടിമകളാക്കി മാറ്റുകയും ചെയ്യുന്നു. ബാറ്റിൽ വേൾഡിലെ എല്ലാവരും തന്നെ ഡോക്ടർ ഡൂമിനെ ദൈവത്തെ പോലെ കണ്ട് ആരാധിക്കുന്നു. ഡോക്ടർ ഡൂം തന്റെ ബാറ്റിൽ വേൾഡിൽ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെ തന്റെ മകനായിട്ടും സൂസ്റ്റോമിനെ തന്റെ വൈഫാക്കിയും മാറ്റുന്നു. ഡോക്ടർ ഡൂം അവഞ്ചേഴ്സിന്റെ എല്ലാം മെമ്മറീസ് ഇറേസ് ചെയ്തെങ്കിലും ഒരു കൂട്ടം അവഞ്ചേഴ്സ് ഡോക്ടർ ഡൂം ചെയ്ത് കൂട്ടിയതെല്ലാം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവർ വളരെ രഹസ്യമായിട്ട് ഡോക്ടർ ഡൂമിനോട് പോരാടാൻ ഒരു ടീമിനെയൊക്കെ രൂപീകരിച്ച് തയ്യാറാകുന്നു. സോ ആ കാരണം കൊണ്ട് തന്നെയാകാം അവഞ്ചേഴ്സിന്റെ 6ാമത്തെ മൂവിയെ അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ് എന്ന് വിളിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, ഇതൊക്കെ വെറും തിയറി മാത്രമാണ്. ഇങ്ങനെ ഒരു തിയറി കണ്ടപ്പോൾ പറഞ്ഞെന്ന് മാത്രം.